എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അട തയ്യാറാക്കാം. പഴവും സേമിയവും ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ സേമിയ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിൽ സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുക്കാത്ത സേമിയാണ്. നിങ്ങൾ ഇനിയിപ്പോൾ വറുത്ത സേമിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വറുക്കാത്ത സേമിയ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൽ ആ ഒരു പശപശപ്പൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇളക്കി കൊടുക്കാതെ അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്വാദനുസരിച്ചിട്ടുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിനടുത്ത് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയും കൂടെ നമ്മൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സേമിയയുടെ ഉള്ളിൽ മധുരമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഒരുപാട് പഞ്ചസാരയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, വെറും 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ പഞ്ചസാര താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടയ്ക്ക് നല്ല മധുരം കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതുമല്ല പഞ്ചസാര താല്പര്യം ഇല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് ശർക്കര നീരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ശർക്കര നീര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഒട്ടിപ്പിടിക്കാനായിട്ട് നമ്മൾ അട ഉണ്ടാക്കി കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അപ്പോൾ വളരെ ലൈറ്റായിട്ട് ഒരു മധുരം കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഇതാ നമ്മുടെ സേമിയൊക്കെ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി ഒന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ഒരു അരിപ്പക്കയിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഒന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷ് ആയിട്ട് വിട്ട് കിടക്കും. അപ്പോൾ അരിപ്പക്കയിൽ വെച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് നമ്മുടെ സേമിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുത്ത ശേഷം കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുക. ഇതിൽ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടണം. അതുവരെ നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പഴം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഏത്തപ്പഴം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പഴമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റി ആ പഴമൊക്കെ ഒന്ന് നന്നായി വഴന്ന് ഒന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെയ്യിൽ വഴറ്റിയെടുക്കുന്ന പഴത്തിന് കുറച്ചും കൂടി സ്വാദും കൂടുതലായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിരകിയ തേങ്ങ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. തേങ്ങ തീർത്തും ഓപ്ഷണലാണ്. തേങ്ങ ചേർക്കുവാണെങ്കിൽ നമ്മുടെ ഈ അടയ്ക്ക് കുറച്ചും കൂടെ സ്വാദ് കൂടും. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തേങ്ങയും നമ്മുടെ പഴവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പഴത്തിനൊക്കെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇതെല്ലാം മുഴുവനായിട്ടും ഏലക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമ്മുടെ പഴമൊക്കെ ഇപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നെയ്യിൽ നന്നായിട്ട് വഴന്ന് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ വാഴയില എടുത്തിട്ടുണ്ട്. ഈ വാഴയിലയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയ വെച്ച് കൊടുക്കാം. അപ്പോൾ സേമിയ നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. വെള്ളം ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ വെള്ളം നന്നായി പോയ ശേഷം വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ സാധാരണ അരി ഒക്കെ ഉപയോഗിച്ച് അരിപ്പൊടിയൊക്കെ ഉപയോഗിച്ച് അട ഉണ്ടാക്കുമല്ലോ, അതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെയും തേങ്ങയുടെയും കൂട്ട് ഈ സേമിയയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക.
അപ്പോൾ അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് മടക്കി ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 2-3 സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ആണെന്ന് മാത്രം, പക്ഷേ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പഴം നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം കൈ വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ആ പഴം ആ സേമിയയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും, എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സേമിയവും അതുപോലെ പഴവും ഉപയോഗിച്ച് അടകൾ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ വാഴയിലയിൽ സേമിയയും പഴവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടയ്ക്കുള്ള കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം തിരിച്ചും മറിച്ചിട്ട് ചുട്ടെടുക്കാം. ആ ഒരു രീതിയിലും ചെയ്യാം. അപ്പം ഞാൻ ഇന്നിവിടെ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മുടെ ആവിയുടെ ആ ഒരു പ്ലേറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വാഴയുടെ ഇലയിൽ തയ്യാറാക്കിയിരിക്കുന്ന സേമിയോൻ്റെ കൂട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് നല്ലപോലെ വെന്ത് കിട്ടും. കാരണം പഴവും സേമിയവും ഓൾറെഡി വെന്തതാണ്. എന്നാലും അതൊന്നും കൂടി ഒന്ന് സെറ്റായി കിട്ടാനുള്ള ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സേമിയ അട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് തുറന്ന് ഇതിൽ നിന്ന് നമ്മുടെ അടകൾ ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊക്കെ ഇഷ്ടമാവും. അതുപോലെ തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വേണമെങ്കിൽ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.